ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ 2 ഗിഫ്റ്റ് പാക്ക് ചെയ്യുന്നതാണ്. ഇത് ഞാൻ ടീച്ചേഴ്സ് ഡേയുടെ അന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു. ഞാൻ ഓർഡർ വന്നിട്ട് ചെയ്തോന്നല്ലായിരുന്നു. എനിക്ക് എൻ്റെ 2 ടീച്ചേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്ത വർക്കായിരുന്നു. സംഭവം ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗാലറിയിൽ നിന്ന് ഓരോന്നും ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മുന്നേ കുറേ എടുത്തു വെച്ച വീഡിയോസ് കണ്ടതൊന്നും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എടുത്തു വെച്ച സ്ഥിതിക്ക് എഡിറ്റ് ചെയ്തിട്ടാണ് വിചാരിച്ച്. അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഒന്നും ഇതിൽ ആഡാക്കാൻ ഉണ്ടായിരുന്നില്ല. ചെറിയ ചെറിയ കുറച്ച് പ്രൊഡക്ട്സ്. ഫസ്റ്റ് ഈ ബുക്ക് മാർക്കാണ് ഉണ്ടായിരുന്നത്. ഇത് ഞാൻ തന്നെ ചെയ്തിട്ടുള്ള ബുക്ക് മാർക്ക് ചെയ്യുന്നത് നമ്മുടെ OHP ഷീറ്റില്ല, അത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയതായിരുന്നു. ഇത് ഉണ്ടാക്കിയത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടു തന്നെയെന്ന് എൻ്റെ ഒരു ഓർമ്മയിൽ നീനു ഷാജിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഉണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് മുന്നേ കാരണം എനിക്ക് കറക്റ്റ് ഓർമ്മ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഡിസൈനൊക്കെ എൻ്റെ രീതിക്ക് എനിക്ക് വരയ്ക്കാൻ എളുപ്പമുള്ളത് എന്താണോ അത് വെച്ചിട്ടാണ് ചെയ്തതായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നത് 2 കീ ചെയിനാണ്. ഇതും ഞാൻ തന്നെ ചെയ്തിട്ടുള്ളതായിരുന്നു. ഈ കീ ചെയിൻ ഞാൻ ഫസ്റ്റ് ടൈം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേന്നിട്ട് ആ ക്ലേ വെച്ചിട്ട് അങ്ങനെയുള്ള കീ ചെയിനും ഞാനത് ചെയ്തിട്ടുള്ളത് മോൾഡഡ് ക്ലേ യൂസ് ചെയ്തിട്ടാണ്. അതിന് തോന്നുന്നത് അതിൻ്റെ കറക്റ്റ് പേര് എന്തോ മോൾഡ് അങ്ങനെ എന്തോ ഉണ്ട്. ഒരു ഗ്രീൻ പാക്കേജ് വരുന്ന ആ ക്ലേ യൂസ് ചെയ്തിട്ടാണ്, മറ്റേ ഹെയർ ഡ്രൈ ക്ലേ അല്ലേ, അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്തതായിരുന്നു. എനിക്ക് എൻ്റെ വീഡിയോസിൽ കാണുമ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇതിൽ ചെയ്തതായിരുന്നത്. പിന്നെ ഇത് ഗിഫ്റ്റ് കൊടുക്കാം എന്നുള്ള പ്ലാനിങ് ഞാനൊരു പെട്ടെന്ന് ഉണ്ടായതായിരുന്നു. അപ്പോൾ ഞാൻ അത് എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് അത് വെച്ചിട്ടാണ് പെട്ടെന്ന് ചെയ്തതായിരുന്നു. ഈ ക്ലേ ആകുമ്പോൾ ഒരു 1.5 hourൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് അത് കറക്റ്റ് ഡ്രൈ ആയി കിട്ടുമല്ലോ. എനിക്ക് പിന്നെ അധികം ടൈമും ഇല്ലാത്ത കാരണം അതാണ് ഈ ക്ലേ ഞാൻ യൂസ് ചെയ്തത്. പിന്നെ നമ്മുടെ നോർമലായിട്ടുള്ള വാങ്ങാണ്ട്, പക്ഷെ അത് ഒരു 1 day ഒക്കെ ഇരുന്നാലേ കറക്റ്റ് ഡ്രൈ ആയിട്ട് കിട്ടുള്ളൂ തോന്നുന്നുണ്ട്. പിന്നെ ഉണ്ടായിരുന്നത് ഈ ഒരു നെയിൽ പോളിഷും പിന്നെ ഒരു ബണ്ണിൻ്റെ റോളായിരുന്നു. ഒരെണ്ണത്തിൽ നെയിൽ പോളിഷും അതുപോലെ മറ്റേ ബോക്സിൽ ബണ്ണിൻ്റെ ആ ഒരു റോളും കൂടെ വെക്കാമെന്ന് വിചാരിച്ച് ഇതെല്ലാതും കൂടെ ഞാൻ ഈ ഒരു ബോക്സിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് 2 മിസ്സുമാർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 2 ബോക്സിൽ അങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ പേപ്പർ കട്ടിങ്സ് ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് ഒരു ഭംഗിയില്ലാണ്ട് ഇരിക്കണ പോലെ തോന്നും. കുറച്ച് ഐറ്റംസ് എല്ലാം ഉള്ളപ്പോൾ നല്ല വൃത്തിയിൽ ഇരിക്കുന്നുണ്ടാവില്ല. ഇതാകുമ്പോൾ ഇതിൽ ഒരു നല്ലൊരു മെനക്കിരുന്നോളും. അപ്പോൾ ഞാൻ ഈ 2 ബോക്സിൽ എല്ലാ സാധനങ്ങളും വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ബോക്സിലും ഐറ്റംസൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അത് 2 ഒട്ടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്ന് റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്തിട്ട് 2 റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ആ 2 ബോക്സും പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നിട്ട് റിബൺ അങ്ങനെ കെട്ടിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ബോവാക്കിയിട്ട്. പക്ഷേ ഈ റിബൺ എടുക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് റിബൺ കഴിഞ്ഞിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിന്മേൽ ചെറിയ സ്റ്റിക്കേഴ്സ് 2 ഞാൻ ഒട്ടിച്ച് കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പാക്കിംഗ് വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.